ഈ ഒരു സ്ഥിതി അങ്ങാടിപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇതേ രീതിയിൽ നിൽക്കുക. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോട് CPM-ലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് തന്നെ വളരെ വലിയ രീതിയിലുള്ള വെറുപ്പ്, അണികൾക്ക് വല്ലാത്ത രീതിയിലുള്ള വെറുപ്പുണ്ട്. ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. എന്ത് കാര്യം ഇവിടെ നടക്കുന്നു? ഇവിടെ പോലീസ് ആകെ കുത്തഴിഞ്ഞു. ആരെങ്കിലും മറ്റുള്ള പാർട്ടിക്കാർ പറയുന്ന മാതിരിയാണ് പോലീസ് നടക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നൊക്കെ എന്തെല്ലാം ഉത്തരവ് വന്നാൽ അത് നടപ്പിലാക്കും. അതുപോലെ തന്നെ റോഡുകളുടെ സ്ഥിതി വളരെ മോശമാണ്. എല്ലാ സ്ഥലത്തും കുണ്ടും കുഴിയാണ്. കേരളത്തിലെ മിക്കവാറും റോഡുകളൊക്കെ മോശം. ആരോഗ്യരംഗത്ത് വളരെ മോശം. വെറുതെ കയ്യും കാലൊക്കെ മുറിച്ച് കളഞ്ഞ കുട്ടിയുടെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു വകുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വകുപ്പുകളും വളരെ മോശമായിട്ടുള്ള സ്ഥിതി. പഞ്ചായത്തിൻ്റെ സ്ഥിതി പറയാതിരിക്കാൻ നല്ലത്. പഞ്ചായത്തൊരു വകുപ്പ് മന്ത്രി ഉണ്ടെന്നല്ലാതെ പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, പോകുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കടലാസൊക്കെ ഒപ്പിട്ടിട്ട് പോകുക എന്നല്ലാതെ ഒരു കാര്യം ഇവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. പട്ടികളുടെ സ്ഥിതി വല്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഹൈക്കോടതി അടക്കം സുപ്രീം കോടതി ഇവിടുന്ന് എല്ലാ ചീഫ് സെക്രട്ടറിമാരെയും വിളിപ്പിച്ചിട്ടുണ്ട് പട്ടിയുടെ കാര്യമൊന്നും നടത്താത്തതുകൊണ്ട്. ഇതാണ് ഇന്നത്തെ ഭരണം. വളരെ മോശമായിട്ടുള്ളൊരു ഭരണമാണ്. കൃത്യമായിട്ട് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ, ഇപ്പം നമ്മുടെ മെമ്പറാണ്, അങ്ങാടിപ്പുറം പഞ്ചായത്തുള്ള മെമ്പറാണ്. അദ്ദേഹം അവിടെ മടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. കുറേ കാലം അദ്ദേഹം പാർട്ടിയുടെ വലിയ നേതാവായിട്ട് നിന്ന ഒരാളാണ്. UDF-നെ പരാജയപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം അവിടുന്ന് വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടി നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ ഒക്കെ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ്. ഇനി ധാരാളം ആൾക്കാർ വരാനുണ്ട്. അനിൽ മാത്രമല്ല, ഞങ്ങൾ കുറേയധികം ആൾക്കാരുമായിട്ട് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്ഥിതി അതാണ്. ഈ സർക്കാരിനോട് വളരെ വലിയ രീതിയിലുള്ള വെറുപ്പാണ് CPM അണികൾക്ക്. സ്വാഭാവികമായിട്ട് ഇനിയും ധാരാളം ആൾക്കാർ അവിടെ നിന്ന് വരുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് CPM-ന്റെ ഈ പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുകയാണോ ആളുകൾ പഞ്ചായത്തിൽ മറ്റേ? അല്ല, ചാൻസ് കിട്ടുമ്പോൾ ചെയ്യില്ല. ഇപ്പൊ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് സംഭവിച്ചത്? പാർലമെന്റ് ഇലക്ഷനിൽ CPM ഉറപ്പായിട്ടും ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ പരാജയപ്പെട്ടത്? വടകരയ്ക്ക് ഇപ്പം എന്ത് സംഭവിച്ചു? നമ്മൾ കാസർഗോഡ് മുതൽ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വരെ എടുക്കുകയാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിനല്ല എല്ലാ സ്ഥലത്തും ജയിച്ചത്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ MP-മാർക്ക് ലഭിച്ചത് എല്ലാ സ്ഥലത്തും. അതാണ് ജനങ്ങളുടെ ഇപ്പം പഞ്ചായത്തിന്റെ ബൈ ഇലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള അസംബ്ലിയിലേക്കുള്ള ബൈ ഇലക്ഷൻ വന്നില്ല. അതിന് ശേഷമൊക്കെ നിലമ്പൂരായാലും പാലക്കാടായാലും എല്ലാ സ്ഥലങ്ങളും ഗംഭീരമായിട്ടുണ്ടായി. ഇപ്പം ചിറ്റൂർ രാധാകൃഷ്ണൻ മത്സരിച്ച സ്ഥലത്ത് അത് ഭൂരിപക്ഷം 40,000 ഉണ്ടായിരുന്നത് അത് വളരെ ചുരുങ്ങി 10,000 ചുരുങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? CPM-ന്റെ അണികൾ ഈ ഗവൺമെന്റുമായി വെറുത്തിട്ടുണ്ട്. അവരാണിത് ചെയ്യുന്നത്. ഇപ്പം പുതിയ ഈ 2-3 നിയമങ്ങളൊക്കെ വന്നില്ലേ, അതോടുകൂടി പറ്റ വെറുത്തിട്ടുണ്ട്. അവരൊരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ഈ പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. മങ്കട മണ്ഡലത്തിലെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നീങ്ങാണ്. എങ്ങനെയാണ് UDF-ന്റെ നിലപാട്? ഞങ്ങളിപ്പോൾ അവിടെ 7 പഞ്ചായത്തിലുള്ള 6 പഞ്ചായത്തും ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം മറ്റേ പഞ്ചായത്ത് മുറുക്കനാട് പഞ്ചായത്ത് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അത് സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളുമായിട്ടുള്ള സംസാരങ്ങളാണ് നടക്കുന്നത്. അത് എന്തായാലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ കുറേ പഞ്ചായത്തുകൾ തീർന്നു, അവർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില പഞ്ചായത്തുകളാണ് ഉള്ളത്, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മൾ ഈ CPM-ന്ന് രാജിവെച്ച മെമ്പറെ ലീഗിലേക്ക് കൊണ്ടുവരാൻ ശ്രമമുണ്ടോ? അല്ല, ഞങ്ങൾ അവരോട് സംസാരിക്കുമോ? സ്വാഭാവികമല്ലേ. രാഷ്ട്രീയക്കാരെന്നുള്ള നിലയിൽ കുറേയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും, ഉറപ്പായിട്ട് നടത്തും. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.